വ്യാഴവട്ടത്തിനു ശേഷം ഒരിക്കൽ കൂടി യുവേഫ യൂറോ ചാമ്പ്യൻഷിപ്പിന്റെ കിരീടം മധുരം ചുംബിച്ച് സ്പെയിൻ. കലാശപ്പോരിൽ ഇംഗ്ലണ്ടിനെ 1-2 ഗോളുകൾക്ക് തകർത്താണ് ലൂയിസ് ഡെല്ല ഫുവന്റെയുടെ സംഘം കിരീടമണിഞ്ഞത്. പഴിയേറെ കേട്ട ടിക്കി ടാക്ക വിട്ട് പ്രായോഗിക ഫുട്ബോളിലേക്ക് സ്പാനിഷ് പടിയെ നയിച്ച് പരിശീലകൻ ഫുവന്റെയ്ക്ക് കിരീടത്തോടെ ശിഷ്യന്മാരുടെ ഗുരുദക്ഷിണ. തുടർച്ചയായ 2ാം തവണയും ഇംഗ്ലണ്ടിന് യൂറോ ഫൈനൽ തോൽവി സംഭവിച്ചു. കഴിഞ്ഞ തവണ ഇറ്റലിയോട് ഷൂട്ടൌട്ടിലായിരുന്നു തോൽവി സംഭവിച്ചത്. സ്പെയിനിന്റെ 4ാം യൂറോ കപ്പ് കിരീടമാണിത്. ഇതോടെ 4 യൂറോ കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമെന്ന റെക്കോർഡും സ്പെയിനിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. 2ാം പകുതിയിലെ നിക്കോ വില്യംസിന്റെയും അവസാന മിനിറ്റുകളിലെ മിക്കായേൽ ഒയാർസബാലിന്റെയും ഗോളുകളാണ് സ്പെയിനിനെ തുണച്ചത്. പകരക്കാരൻ കോൾ പാൽമാർ 73ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. ഗോൾ അകന്നു നിന്ന ആദ്യ പകുതിക്കു ശേഷം കളത്തിലിറങ്ങിയ 2 മിനിറ്റ് മുൻപേ സ്പെയിൻ ലീഡ് കണ്ടെത്തി. 17-കാരൻ ലിമിൻ യമാനിന്റെ അസിസ്റ്റിനായിരുന്നു ഗോൾ പിറന്നത്. ബോക്സിന്റെ വലതുവശത്തു നിന്ന് യമാൽ മറുവശത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. നിക്കോ വില്യംസിന്റെ ലക്ഷ്യം വെച്ച് നൽകിയ പന്ത് ഫലം കണ്ടു. വില്യംസിന് തന്റെ ഇടം കാലുകൊണ്ട് അനായാസം പന്ത് വലയിലെത്തിക്കേണ്ടി വന്നതേയുള്ളൂ. 47ാം മിനിറ്റിലായിരുന്നു ഗോൾ. ഇതോടെ യമാലിന്റെ ഈ യൂറോ കപ്പിലെ അസിസ്റ്റുകളുടെ എണ്ണം 4ആയി. വില്യംസിന്റെ ടൂർണമെന്റിലെ 2ാമത്തെ ഗോളും. ഒരു യൂറോ കപ്പ് ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലിലും ഫൈനലിലും ഗോൾ അസിസ്റ്റോ നേടുന്ന ആദ്യ താരമായും യമാലിന് കഴിഞ്ഞു. വില്യംസിന്റെ ഗോളോടെ ഒരു യൂറോ കപ്പിന്റെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം എന്ന ഫ്രാൻസിന്റെ റെക്കോർഡിനൊപ്പമെത്താനും സ്പെയിനിനായി. 14 ഗോളുകളാണ് സ്പെയിൻ നേടിയത്. 1984-ൽ ഫ്രാൻസ് നേടിയ 14 ഗോൾ റെക്കോർഡിനൊപ്പമാണിത്. 73ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിനെ മറുപടി ഗോളെത്തി. നിരന്തരമായ ഗോൾ ശ്രമങ്ങൾക്കൊടുവിൽ കോൾ പാൽമറാണ് ഇംഗ്ലണ്ടിനെ ഒപ്പമെത്തിച്ചത്. കോച്ച് സൗത്ത് ഗ്രേറ്റ് 2 മിനിറ്റ് മാത്രം ഗ്രൗണ്ടിലിറങ്ങി പാൽമാറിനെ ഉദ്ദേശിച്ച ഫലം ലഭിച്ചു. സ്വന്തം പകുതിയിൽ നിന്നും വലതുവിങ്ങിലിറങ്ങിയ ഇംഗ്ലണ്ട് നടത്തിയ മുന്നേറ്റം ബോക്സിനെ കണ്ടെത്തി. അവിടെ നിന്ന് ബുക്കായോ സാക്ക ബോക്സിനകത്ത് ജൂഡ് ബില്ലിങ്ങിനായി പാസ് നൽകി. ബെല്ലിംഗാമിനെ 3 സ്പെയിൻ താരങ്ങൾ പ്രതിരോധിച്ചതോടെ താരം പന്ത് പിറകിൽ ഓടി വന്ന പാൽമാറിന് ബാക്ക് പാസ് നൽകി. സ്പെയിൻ പ്രതിരോധത്തെ വകഞ്ഞു കീറി പാൽമാർ അത് ബോക്സിനകത്തേക്ക് എത്തിച്ചു. സ്പെയിൻ ഗോൾ കീപ്പർ ഉനായ് സിമോൺ ചാടി നോക്കിയെങ്കിലും ശ്രമം വിഫലമായി. ഗ്രൗണ്ടിലെത്തി തന്റെ 2ാം ടച്ച് തന്നെ ഗോൾ നേടാൻ കഴിഞ്ഞത് പാൽമാറിന് നേട്ടമായി. പ്രതിരോധത്തിൽ സ്റ്റാൻസ് മികച്ച രീതിയിൽ നിലമുറപ്പിച്ചപ്പോൾ ഇംഗ്ലണ്ട് കൂടുതൽ ഗോൾ വാങ്ങാതെ രക്ഷപ്പെട്ടു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആക്രമണമാണ് ലക്ഷ്യമെന്ന് സ്പെയിൻ വ്യക്തമാക്കിയിരുന്നു. ആദ്യ 10 മിനിറ്റിൽ ഇംഗ്ലണ്ട് ചരിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. സ്പെയിനിന്റെ കയ്യിലായിരുന്നു പന്ത് കൂടുതൽ സമയവും. പക്ഷേ ഇംഗ്ലണ്ട് ബോക്സിൽ കടത്താൻ സ്പെയിനിനായില്ല. സ്പെയിനിന്റെ നീക്കത്തിൽ മധ്യത്തിൽ നിന്നു. പന്ത് മിനിറ്റുകൾക്ക് ശേഷം ഇംഗ്ലണ്ട് ആക്രമണ ശൈലിയിലേക്ക് നീങ്ങി. ഇതോടെ കളി മുറുകി. തുടർന്ന് 2 ടീമും നിരവധി ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഭാഗ്യം കൂടിയുണ്ടായില്ല. സ്പെയിനിന്റെ ഗോൾമുഖം പല തവണ ഇംഗ്ലണ്ട് വിറപ്പിച്ചു. പക്ഷേ ഒന്നുപോലും ലക്ഷ്യത്തിലെത്താനായില്ല. മറുവശത്ത് സ്പെയിനും ഗോൾ നേടിയതിൽ നിരന്തരമായി പരാജയപ്പെട്ടു.